ഇസ്രായേലിന് നേരെ കരയുദ്ധത്തിന് യമൻ ആലോചിക്കുന്നതായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നാലാം ഘട്ട യുദ്ധം ഇസ്രായേലിന് നേരെ തങ്ങൾ കരയുദ്ധമാണ് നടത്തുക എന്നുള്ളതാണ് യമൻ പറഞ്ഞിരിക്കുന്നത്. മൂന്നാം എലൈറ്റ് ബാച്ചിലെ സൈനികരെ മാരകമായിരിക്കുന്ന പരിശീലനം നടത്തിക്കൊണ്ട് അതിന് പ്രാപ്തരാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. യമനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല, 2000 കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുള്ള രാജ്യമാണ്. അപ്പോൾ കരമാർഗം അങ്ങോട്ട് കടന്നു കയറി ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് പകരമായ രീതിയിൽ മറ്റെന്തൊക്കെ പോംവഴികളാണ്, സംവിധാനങ്ങളാണ് ഒരുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠന കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതിനാണ് യമൻ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യ കഴിഞ്ഞാൽ ജോർദാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ എത്തുന്നത്. ഈ രാജ്യങ്ങൾ കരമാർഗം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളുടെ അതിർത്തി കടന്നു വേണം യഥാർത്ഥത്തിൽ യമനിലെത്താൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ കടൽ മാർഗമാണെങ്കിൽ യമൻ്റെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ യമൻ്റെ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് കരമാർഗമാണ് എത്തുന്നത്, അത് ഈജിപ്താണ്. ഈജിപ്ത് കഴിഞ്ഞിട്ട് വേണം യഥാർത്ഥത്തിൽ എവിടെ എത്താൻ? ഇസ്രായേലിലെത്താൻ. അപ്പോൾ ഏത് വഴിയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അവരുടെ യുദ്ധ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് മാത്രമല്ല, ഈ രാജ്യങ്ങളുടെ മേഖലയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് യാത്ര ചെയ്യേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ അനുമതി ആവശ്യമാണ്. ഈ വിഷയത്തിൽ രാജ്യങ്ങൾ എങ്ങനെ സഹകരിക്കും എന്ന് കൂടി അവരിപ്പോൾ പഠിച്ചു വരികയാണ്.